ഐസ്ക്രീം കഴിക്കാവോ? ഈ ചൂടുകാലത്ത് പലരും ചോദിക്കുന്ന സംശയങ്ങളിലൊന്നാണ്. ഐസ്ക്രീം പലപ്പോഴും അലർജിക്ക് കാരണമാകാറുണ്ട്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ്. ശരീരം, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുത്ത ഐസ്ക്രീം കഴിക്കുമ്പോൾ തൊണ്ടയിൽ ടോൺസിലൈറ്റിസും അഡിനോയിഡ് ഹൈപ്പർട്രോഫിയും അലർജിയുടെ ലക്ഷണങ്ങളൊക്കെ കൂട്ടാൻ അത് കാരണമാകാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളും, ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂട്ടുകയും അതുകൊണ്ട് തന്നെ കഫക്കെട്ട് കൂട്ടാൻ ഒരു പ്രധാന കാരണമാവാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, പലതരത്തിലുള്ള നട്ട്സ് അടങ്ങിയിട്ടുള്ള ഐസ്ക്രീം ആവുമ്പോൾ നട്ട്സിനോട് അലർജിയുള്ള കുട്ടികൾക്ക് അതിന്റെ പ്രശ്നങ്ങളും വരാറുണ്ട്. വേറെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ ഫ്ലേവർ കൂട്ടാനും അതിന്റെ പ്രിസർവേറ്റീവ് ആയിട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ചില കെമിക്കലുകൾ ഒരുപാട് കുട്ടികളിൽ അലർജിക്ക് പ്രശ്നമാവാറുണ്ട്. ഇത് എങ്ങനെ കുറയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസ്ക്രീം നല്ല തണുപ്പോടുകൂടി കഴിക്കാതെ കുറച്ച് സമയം പുറത്ത് വെച്ച ശേഷം കഴിക്കുകയും ചെറിയ ചൂടുവെള്ളം കുടിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ തണുപ്പിന്റെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. രണ്ടാമത്തെ ഒരു കാര്യം, പാലും പാലുൽപ്പന്നങ്ങളും ഇല്ലാത്ത ഐസ്ക്രീം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കഴിക്കുന്നത് പാലിന്റെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കും. എങ്കിലും ഈ തണുപ്പിനോടോ പാലിനോടോ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ അലർജി ഉള്ള ആളുകളാണെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല.